അരണ്ട വെളിച്ചം എന്ന കഥയുടെ തുടർഭാഗം. അലമാരി തുറന്ന് സർട്ടിഫിക്കറ്റുകളുമായി തങ്കച്ചി നടന്നു നീങ്ങുന്നത് നിർവികാരതയോടെ നോക്കാനല്ലാതെ എനിക്ക് മറ്റൊന്നും ചെയ്യാൻ സാധിക്കില്ലല്ലോ. ഞാൻ അടിമയായിപ്പോയില്ലേ. അതിരാവിലെ തന്നെ എങ്കിലും ഞാൻ എഴുന്നേറ്റു. വീട്ടുജോലികളിൽ മുഴുകി. അപ്പോഴാണ് ഒരു ചോദ്യം. നീ എന്ത് തീരുമാനിച്ചു? ഒട്ടും ആലോചിക്കാതെ തന്നെ ഞാൻ പറഞ്ഞു, എനിക്ക് സമ്മതമാണ്. തങ്കച്ചി പറയുന്നത് പോലെ എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യാം. ഒത്തിരിയൊന്നും നീ എനിക്ക് വേണ്ടി ചെയ്യണ്ട. ഞാൻ പറയും അതങ്ങ് ചെയ്താൽ മതി. ഗൗരവത്തിൽ കാവേരി അകത്തേക്ക് പോയി. പോകാൻ നേരം ഒന്നുകൂടി പറഞ്ഞു, നീ വേഗം റെഡിയാകണം. ഹോസ്പിറ്റൽ വരെ ഒന്ന് പോകണം. അങ്ങനെ ഡോക്ടറുടെ അടുത്ത് സമ്മതപത്രം എഴുതി കൊടുത്തു. പിന്നീട് ചില ടെസ്റ്റുകൾക്ക് ശേഷം 2 മാസത്തിനുള്ളിൽ അവരുടെ കുഞ്ഞിനെ ഞാൻ ചുമക്കേണ്ടതായി വന്നു. ലോകം മുഴുവൻ പറഞ്ഞത് തങ്കച്ചി ഗർഭിണിയാണെന്നും തങ്കച്ചിയെ നോക്കുവാൻ ഞാൻ കൂടെ പോയേക്കുവാണെന്നുമാണ്. ഇവിടെയാണെന്ന് മാത്രം ആരോടും പറഞ്ഞില്ല. വളരെ രഹസ്യമായ ആ കാര്യം അവർ കൈകാര്യം ചെയ്തു. എനിക്ക് നല്ല സുരക്ഷ നൽകി. ഈ കാലയളവിൽ തങ്കച്ചി എൻ്റെ മനസ്സ് വിഷമിപ്പിച്ചില്ല. നല്ല പാട്ടുകൾ എന്നെ കേൾപ്പിച്ചു. നല്ലതുപോലെ എന്നെ സംരക്ഷിച്ചു. കാരണം നല്ല കുഞ്ഞുങ്ങൾ അവർക്ക് ജനിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യണമല്ലോ. എന്നെ നോക്കുവാൻ മറ്റൊരു സ്ത്രീയെ എവിടുന്നോ കൊണ്ടുവന്നു. അങ്ങനെ ആദ്യ സ്കാനിങ്ങിൽ തന്നെ ഡോക്ടറോട് സംശയം പറഞ്ഞു. ഇരട്ട കുട്ടികളാണോ എന്ന് സംശയമുണ്ട് എന്ന്. അത് കേട്ടപ്പോൾ തങ്കച്ചിക്ക് അതിയായ സന്തോഷമാണ് ഉണ്ടായത്. എനിക്കാണെങ്കിൽ അതികഠിനമായ ക്ഷീണവും. അങ്ങനെ ലോട്ടറി അടിച്ചതുപോലെ തങ്കച്ചി തുള്ളിച്ചാടി. കുടുംബവും. ആർക്കും എന്നെക്കുറിച്ചൊരു ചിന്തയുമില്ല. വല്ലവരുടെയും കുഞ്ഞുങ്ങളാണെങ്കിലും എൻ്റെ ഉള്ളിലും ഒരമ്മയുടെ സ്നേഹം പതിയെ ഉടലെടുത്തു തുടങ്ങി. അങ്ങനെ 9 മാസവും ഒരാഴ്ചയും കടന്നപ്പോൾ എനിക്കൊരു ദിവസം വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടായി. ഹോസ്പിറ്റലിലാക്കി. പിറ്റേ ദിവസം രാവിലെ 12 മണിക്ക് 2 കുഞ്ഞുങ്ങൾ 5 മിനിറ്റ് വ്യത്യാസത്തിൽ ജനിച്ചു. ഞാൻ അനുഭവിച്ച വേദന ഇന്നും എൻ്റെ ഓർമ്മയിലുണ്ട്. അടുത്ത ഭാഗവുമായി നാളെ.